ഹായ്, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ കൊണ്ടുള്ള ഒരു പോഹയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനെടുത്തത് ഒരു ഉള്ളി, ഒരു ക്യാരറ്റ്, ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചതുണ്ട്, പിന്നെ റോസ്റ്റഡ് കാഷ്യൂനട്ടുമാണ് എടുത്തത്. അപ്പോൾ നമ്മളിവിടെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇടുന്നത് ഫസ്റ്റ് ഇടുന്നത് ഉള്ളിയാണ്. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇടുക. ആ ഉള്ളി ഒന്ന് നമ്മൾ കുറച്ച് ടൈം ഒന്നിങ്ങനെ വഴറ്റണേ. ഉള്ളി നമ്മളിപ്പോൾ ഒരു 2 മിനിറ്റോളം ഇവിടെ വഴറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ചേർത്തുന്നത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളകും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഉള്ളിയിലേക്ക് ക്യാരറ്റും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാനുള്ളതാണ് ഉപ്പാണ്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇടുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തുന്നത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ആ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം നാരങ്ങേൻ്റെ നീരാണ് കേട്ടോ ചേർത്തുന്നത്. ഇതിലേക്ക് 1/2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പഞ്ചസാര ഓപ്ഷണലാണ്, പക്ഷേ ഈ പഞ്ചസാര നമ്മൾ ഈ പുളിയോ ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റായി വരും കേട്ടോ. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 കപ്പ് അവിൽ പൊതിർത്തിയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മൾ അവിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയുള്ള അവിൽ തന്നെ എടുക്കണം കേട്ടോ. ഇതിന് മറ്റ് വേഗം ഉടഞ്ഞു പോകും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല വിട്ട് വിട്ട് നിൽക്കും. ഇനി നമ്മളിവിടെ ഈ അവിലും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ അവിൽ 2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ കിസ്മിസ് ഇടുന്നുണ്ട്. കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ മാറ്റി വെച്ചിട്ടുള്ള റോസ്റ്റഡ് കാഷ്യൂനട്ട് ഇടാം. ഇത് ഓപ്ഷണലാണ്. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീഫും കറി ലീഫും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ പോഹ റെഡി. ഈ പോഹ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനും കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഇത് നമുക്ക് അധിക ടൈമും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.